നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കഴിഞ്ഞ ദിവസം നമ്മൾ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് റേസിൽ മുന്നിലുള്ളത് ആരാണ് എന്നുള്ളത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ ഓരോ ലീഗിലെയും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ പതിവില്ലാത്ത വിധം MLS ഗോളിൻ്റെയും അസിസ്റ്റിൻ്റെയും ഒക്കെ കണക്കുകൾ വലിയ രൂപത്തിൽ ഫുട്ബോൾ ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സാക്ഷാൽ ലിയോ മെസ്സി എവിടെ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗോളടിയിൽ അദ്ദേഹവും ഒപ്പം ലൂയിസ് സുവാരസും മുന്നിൽ നിൽക്കുന്നു. അസിസ്റ്റിന്റെ കാര്യത്തിൽ ആരാണ് മുന്നിൽ? കഴിഞ്ഞ ദിവസം അദ്ദേഹം 5 അസിസ്റ്റുകൾ കൊടുത്തുകൊണ്ട് MLS മാത്രമല്ല ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നത് നമ്മൾ കണ്ടു. അതോടുകൂടി MLS പ്ലേമേക്കേഴ്സിന്റെ കണക്കെടുത്താൽ, അസിസ്റ്റിന്റെ കണക്കെടുത്താൽ 1-ാം സ്ഥാനത്ത് വരുന്നു ലിയോ മെസ്സി. അവിടെയും 1-ാമനായി കഴിഞ്ഞു ലിയോ മെസ്സി. 9 അസിസ്റ്റുകളാണ് മെസ്സി തവണ MLS ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹമാണ് 1-ാമത്. 2-ാമതുള്ളത് സാൻജോസിന്റെ ക്രിസ്ത്യൻ എസ്പിനോസയാണ്. അദ്ദേഹം 7 അസിസ്റ്റുകളാണ് നേടിയിട്ടുള്ളത്. ന്യൂയോർക്ക് റെഡ് ബുൾസിന്റെ ഡാൻഡെ വൻസിയർ 6 അസിസ്റ്റ്. ഒപ്പം മിനസോട്ടയുടെ റോബിൻ ലോഡ് 6 അസിസ്റ്റ്. അവരാണ് തൊട്ടുപുറകിലെങ്കിൽ ലൂസിയാനോ അക്കോസ്റ്റ സിൻസിനാറ്റിയുടെ താരം, ഒപ്പം ഇന്റർ മയാമിയുടെ ലിയോ മെസ്സിയുടെ കട്ടച്ചങ്ക് ലൂയിസ് സുവാരസ് 5 അസിസ്റ്റുകളുമായിട്ട് നിൽക്കുന്നു. ചുരുക്കത്തില് മെസ്സിയാണ് ഇവിടെ അസിസ്റ്റിന്റെ കാര്യത്തിൽ ലീഡ് ചെയ്യുന്നത്. എന്തായാലും മെസ്സി ഗോളടിയിലും അസിസ്റ്റിലും ഒക്കെ മിന്നിക്കത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സീസണില് ഇന്റർ മയാമി വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അത് ചെറിയതൊന്നുമല്ല. MLS കിരീടം ചൂടുക എന്നുള്ളതിൽ ഒതുങ്ങില്ലാതെ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് ഒരു ബർത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് ബൃഹത്തായ വേൾഡ് കപ്പാണ്. 32 ടീമുകൾ കളിക്കുന്നതാണ്. ഹോസ്റ്റുമാർ എന്ന നിലയിൽ US ഒരു സ്ലോട്ട് ഫിഫ അനുവദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളതിൽ ഫിഫ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും MLS ചാമ്പ്യന്മാർക്ക് നറുക്ക് വീഴും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ മെസ്സിയും സംഘവും കാണുന്ന സ്വപ്നം വളരെ വലുതാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.